ഞാൻ പറയാം, ഈ സ്നേഹത്തിന് സൗഖ്യം കൊടുക്കാൻ ശക്തിയുണ്ട്. ഒരുപക്ഷെ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് ആ ഒരു സ്നേഹം കൂടെ വന്നപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, ഏതൊരു അസുഖമാണ്, ക്യാൻസർ ആണെങ്കിൽ പോലും മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ? തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത്. ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ചിട്ട് തന്നെ ക്യാൻസർ പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചുപോയേനെ. ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി മാറ്റുകയാണ്. പക്ഷേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല, നിങ്ങൾ 1000 വീട് വെക്കാനുള്ള മനുഷ്യനാണ്, നിങ്ങൾ 10 ഭാഷയിൽ പ്രസംഗിക്കാനുള്ള മനുഷ്യനാണ്, നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യനാണ്. ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അതെല്ലാം സംഭവിച്ചു. കറക്റ്റ് സമയത്ത് ദൈവം ഒരു തുണை കൊടുക്കുന്നല്ലേ? ഏകദേശം എല്ലാ കോണ്ടിനെന്റിലും രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു, 10 ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കണ്ട ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഒത്തിരിയധികം വീഡിയോസായി വന്ന മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അടുപ്പൂട്ടി ചാനലിലെ പ്രധാനപ്പെട്ട അനലിസ്റ്റുകൾ ഇരുന്ന് അനലൈസ് ചെയ്ത ഒരു വലിയ പ്രശ്നമായിരുന്നു ഫിലോകാലിയ ഫൗണ്ടേഷന്റെ സ്ഥാപകരായിട്ടുള്ള ജിജി ആൻഡ് മാരിയോ എന്നിവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം. അതൊരു കുടുംബ വഴക്ക് എന്നുള്ള ആ ഒരു രീതിയിൽ ലളിതമായിട്ട് പറയാൻ പറ്റുന്നതല്ല, അതൊരു വയലൻസ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നതും സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചു. ഭർത്താവ് തന്നെ ടിവിയുടെ സെറ്റപ്പ് ബോക്സ് വെച്ച് അടിച്ച് തൻ്റെ ചാനലുകൾ മൊത്തത്തിൽ മാറിപ്പോയി എന്ന് വേദനയോടെ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ജിജി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം തൻ്റെ ഭാഗം പറഞ്ഞ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് മാരിയോ വന്നു. ഈ പറയുന്ന ദമ്പതികളെ സോഷ്യൽ മീഡിയയിൽ മുന്നേ തന്നെ കണ്ട് പരിചയമുണ്ട്. ഈ ജിജി എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് അവകാശപ്പെടുന്ന ആളുടെ വീഡിയോസ് നമ്മൾ റിയൽ റിയാക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക തരം അപ്രോച്ചാണ് പുള്ളിക്കാരിയുടെ പരിപാടി. മോട്ടിവേഷൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതാണ് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം. കാരണം അത്രയധികം ആളുകൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതൽ എനിക്ക് ഡൗട്ട് തോന്നുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ ശുദ്ധൻ ദുഷ്ടന്റെ ബലം ചെയ്യും. അതെങ്ങനെ ലോജിക്കലി കറക്റ്റ് ആകുമെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ മാരിയോ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിലെ ഭർത്താവായിട്ടുള്ള ആളുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ മറുനാടൻ ചാനലിൽ വരികയുണ്ടായി. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി അയാൾ പറയുന്നതിലൊക്കെ കുറേയധികം കാര്യമുണ്ട്. ഇയാളൊരു ശുദ്ധനാണെന്ന് ഒത്തിരിയധികം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അദ്ദേഹം ഒരു ദുഷ്ടന്റെ ബലം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള 3 വർഷം മാത്രം എടുക്കുക. എങ്ങനെയാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ വളർന്നത്? ഈ ദമ്പതികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഒത്തിരിയധികം ആളുകൾ ഇവരുടെ കയ്യിൽ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള പണം കൊടുത്തു വിട്ടത്. ഇവർ മിഡിൽ ഏജൻസ് ആണ്. ഈ മിഡിൽ ഏജൻസ് ആയിട്ട് ഇവരെ കുറേയധികം ആളുകൾ ചൂസ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന സകുടുംബം ഇമേജ്, ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന നന്മ, വാല്യൂസ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഈ മാരിയോ എന്ന് പറയുന്ന ആൾ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വെളിപ്പെടുത്തൽ നടത്തിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഡൊമസ്റ്റിക് വയലൻസ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മദ്യപിച്ചിട്ട് അദ്ദേഹത്തെ എടുത്തിട്ട് ഇടിക്കാറുണ്ട്, അടിക്കാറുണ്ട്, കത്തി വെച്ച് കുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്, പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇവർ വീഡിയോസിൽ വന്നിട്ട് അഭിനയിക്കും. ഞങ്ങൾ നല്ല കുടുംബമാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് കുടുംബത്തെ നോക്കിക്കാണുന്നത്, ഇങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവയ്ക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്? വീണ്ടും ഇവരിൽ വിശ്വാസം ഉറപ്പിച്ച് ഒത്തിരിയധികം ആളുകൾ പണം അയക്കുകയാണ്, അല്ലെങ്കിൽ ഇവരെ ഏജന്റായിട്ട് നിർത്തി ആളുകൾക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു വലിയ തട്ടിപ്പല്ലേ? ഇപ്പോൾ മാരിയോ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയ്ക്ക് തുറന്നു പറയുകയാണ്, തന്നെ ഭാര്യ വീട്ടുകാർ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, തനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാൾ ഒരു വലിയ കപടതയുടെ ഭാഗമല്ലേ? അയാളും ആ ഒരു കപടതയുടെ ഭാഗമൊക്കെ തന്നെയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള സാധുക്കൾ എന്ന് തോന്നുന്ന ഒരു അച്ഛനെയും അമ്മയും കാണാനായിട്ട് സാധിച്ചു. റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനും അധ്യാപികയുമാണ്. അവരുടെ മകൻ മരിച്ചതിന് ശേഷം ഇവരിൽ വിശ്വസിച്ച് ഇവരുടെ ട്രസ്റ്റിൻ്റെ ഭാഗമാകാൻ വന്ന ആളുകളാണ്. ട്രസ്റ്റിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുകയാണ്. ആ ആളുകൾക്ക് കൊടുത്ത പണിയോ, ഇവരുടെ ഈ ഒരു കപടത കൊണ്ട് അവർക്ക് കിട്ടിയ ചീത്തപ്പേരോ, അവർക്ക് കിട്ടിയ ആ ഒരു ട്രോമയോ. ഇപ്പോൾ ആളുകൾ ശുദ്ധനെന്ന് പറയുന്ന ഈ ഒരു മാരിയോ എത്രയധികം ആളുകൾക്കിട്ടാണ് പണി കൊടുത്തത്? ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് ചർച്ചയാവുന്നത്? ആദ്യഘട്ടത്തിൽ ഈ ഒരു വാർത്തകൾ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊരു അൺവാണ്ടഡ് ഡിസ്കഷനാണ്. 2 വ്യക്തികൾ അവർ എന്തൊക്കെ തരം ആദർശം പറഞ്ഞാലും അവർ സാധാരണ മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതൊരു വലിയ ചർച്ചയാക്കി അവരെ ഒരിക്കലും അടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അകറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് ചിന്തിച്ചു പോയി. പിന്നീടാണ് ഇൻഡെപ്തായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. വെറുതെ ഒരു രസം. പക്ഷേ ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരിയധികം ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. ഈ ഡിപ്പെൻഡ് ചെയ്ത ആളുകളെ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കുകയാണ്, അവർ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുകയാണ്, നമ്മളെ പറ്റിച്ചിട്ട് എന്ന് പറയുന്നത് ഒത്തിരിയധികം ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്.
നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് കുറച്ച് ആളുകൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുക്കുകയാണ്, നല്ലൊരു കാര്യം അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു പണം കൃത്യമായിട്ട് ഒരിടത്ത് എത്തിക്കാതെ ആ ഒരു പണത്തിൻ്റെ പേരിൽ ഈ പണം വാങ്ങിയ ആളുകൾ തമ്മിലടിക്കുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നല്ല വേദന തോന്നും. ആ ഒരു വേദനയാണ് ചാരിറ്റി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്രയധികം വലിയ രീതിയിലേക്ക് പോകുന്നത്. നമ്മൾക്ക് ആർക്കും സഹിക്കാൻ വരുന്ന ഒരു സംഗതിയല്ല നമ്മളെ പറ്റിച്ചുകൊണ്ട് ഒരാൾ പോകുന്നത്. നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ്. നമ്മളതിൽ പണമല്ല നോക്കുന്നത്, അവർ നമ്മുടെ വിശ്വാസം തകർത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഒത്തിരിയധികം ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട്. അവരൊന്നിച്ച് നിൽക്കേണ്ടത് ഇപ്പോൾ കുറേയധികം ആളുകളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ഓഫ് ഡിസ്കഷനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഊഷ്മളതയൊക്കെ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ മാതൃകയാക്കൂ എന്ന് പറയുന്ന ദമ്പതികളുടെയൊക്കെ ജീവിതം പിന്നീട് ഇത്ര ദുഷ്കരമാണ് എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചിട്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ഇഷ്ടംപോലെ വ്ളോഗുകളും പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തങ്ങളാണ് മാതൃകാ ദമ്പതികൾ, തങ്ങൾ വിജയകരമായിട്ട്, അതാണ് എനിക്ക് ഏറ്റവും ക്രിഞ്ചായിട്ടൊക്കെ പലപ്പോഴും തോന്നാറുള്ളത്. ഈ വിവാഹ വാർഷികത്തിൻ്റെ ചില പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഇവർ വലിയ ഹാർഡായിട്ടുള്ള ഒരു പരിപാടി ചെയ്തു, അല്ലെങ്കിൽ ആരോ ഇവരെ നിർബന്ധിച്ചത് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്തോ വലിയ പുരസ്കാരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുമാറുള്ള വിവാഹ വാർഷിക പോസ്റ്റുകളൊക്കെയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഫസ്റ്റ് 6 months, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഫസ്റ്റ് ഇയർ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 5 years എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കും. എന്തിനാണിത് ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വിജയകരമായിട്ട് 5 കൊല്ലം ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റിയാണ്. അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ കാര്യമായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു നാടിൻ്റെ സോഷ്യൽ സിറ്റുവേഷനെ കുറിച്ചിട്ട് അറിയത്തുള്ളൂ. കാര്യമായിട്ട് വിലപ്പോകുന്ന ഒരു പരിപാടിയാണ്. കാരണം അത്ര ബുദ്ധിമുട്ടിയാണ്, അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരവസ്ഥയുണ്ട്. നമ്മളുടെ ഫാദർ മദർ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ള കുടുംബ ബന്ധങ്ങൾ അവരൊക്കെ ഈ ഒരു കഷ്ടപ്പാട് കൊണ്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് എക്സാമ്പിൾ, ഇപ്പോൾ ജിജി മാരിയോടെ ആ ഒരു കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും ഇൻസെക്യൂർ ആവുകയാണ്. അയ്യോ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ അവർ പോലും അങ്ങനെയായിരുന്നു, എന്തോ ഒരു മടി വാങ്ങിയിട്ടാണ്, എന്തോ ഒരു ഇടി കൊണ്ടിട്ടാണ് ആ മനുഷ്യൻ ഇത്ര കാലം ചിരിച്ച് ആ ഒരു സ്ത്രീയുടെ കൂടെ നിന്നത്. അവർ മദ്യപാനിയായിരുന്നു, എടുത്തിട്ട് അടിക്കുമായിരുന്നു, കത്തി കൊണ്ട് കുത്തുമായിരുന്നു, അയാൾ പുറത്തു പോലും മിണ്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം തെളിയിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. ശരിക്കും ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഇരകളായിട്ട് ഇഷ്ടം പോലെ ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ ആണുങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്ത്രീ പുരുഷ ഭേദമന്യേ ജെൻഡർ ഭേദമന്യേ ഒരാളിൽ ഡൊമിനൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ പവർ എടുക്കുന്നത്? അയാൾ പ്രിവിലേജ് ആവുന്ന സമയത്താണ് ആ ഒരു പവർ എടുക്കുന്നത്. അത് ചിലപ്പോൾ കൈകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് നിയമം മൂലവും ബാക്കിയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് മൂലവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരും അത് ഉപയോഗിക്കും. അവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. ഈ ജിജിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ദേഷ്യം തോന്നിയത് ഇവരുടെ വെളിപ്പെടുത്തലുകളിൽ പലപ്പോഴായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ശരിയാണ് 90% എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഓഫീസിലുള്ള ആളുകളെ അടിക്കാറുണ്ടായിരുന്നു, മർദ്ദിക്കാറുണ്ടായിരുന്നു. ഇവർ അടിച്ച് ചെവിട് പൊട്ടിച്ചിട്ടുള്ള ഒരാൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കേട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾ വിശ്വസിച്ച് പോകും ഇയാളുടെ ഭർത്താവിനെയും ഇയാൾ എടുത്തിട്ട് പെരുക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ കൈവയ്ക്കാനായിട്ടുള്ള തോന്നലുണ്ടാവുന്നത്? ഇതിൽ ജെൻഡറൊന്നുമില്ല. പവർ ആരുടെ അടുത്ത് കൂടുതലുണ്ടോ അവർ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് മെക്കിട്ട് കയറും എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, ചുറ്റുപാടുകൾ തെളിയിച്ചിട്ടുണ്ട്, കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട്. പണ്ട് ഈ ജന്മികളുടെ കഥ നമ്മൾ പറയാറുണ്ട്, തമ്പ്രാക്കന്മാരുടെ കഥ നമ്മൾ പറയാറുണ്ട്, രാജാക്കന്മാരുടെ കഥ നമ്മൾ പറയാറുണ്ട്, ജാതിയിൽ മുന്തിയവൻ്റെയും താഴ്ന്നവൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എവിടെ പവർ ഉണ്ടോ അവിടെ ആ ഒരു പവറൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു ടോട്ടൽ സംഭവത്തിൽ 2 പവേഴ്സ് ആ ഒരു സ്ത്രീയിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഇയാൾ ഒരു അനാഥനാണ്, ഈ സ്ത്രീയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും മറ്റേ അപ്പന് സുഭദ്ര എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതും വളരെ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ദമ്പതികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥകൾ ബാക്കിയുള്ള ആളുകളെയും ബാധിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒന്നിനെയും വിലയിരുത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, ഏറ്റവും നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്.
ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും തൻ്റെ കുട്ടികളെ പോലും അച്ഛനെതിരെയും അല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്കെതിരെയൊക്കെ പറഞ്ഞു തിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വിവാഹമോചന കേസുകളിൽ പോക്സോ ആരോപണങ്ങൾ വരെ വരാറുണ്ട്. ഒരു വിവാഹമോചനത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും ഭർത്താവും ഭാര്യയായിട്ട് ഉണ്ടാവില്ല. കാരണം അത് ലോജിക്കലി തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അവർ നേരത്തെ തന്നെ സ്വർഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവർ തമ്മിൽ എന്തോ ഒരു കോസ്മിക് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും വീട്ടിലുള്ള രണ്ട് സാധാരണക്കാരാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് തന്നെ സാമ്പത്തികം വരും, കൃത്യമായിട്ട് തന്നെ ലയബിലിറ്റീസ് വരും. അംഗബലം കൂടുതലുള്ള ആൾ, പണം കൂടുതലുള്ള ആൾ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിലയിരുത്തലുകൾക്ക് അതീതമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഡിസ്കഷനുകൾ. ഇനി മറ്റൊരു റീസൺ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ മോട്ടിവേഷനൊക്കെ പറയുന്ന ചില ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാരണത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഈ മോറൽ ഫാറ്റിക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സ്വന്തം ലൈഫ് മാതൃകയാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല. എത്രത്തോളം തങ്ങൾ നല്ലവരായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാലും, എത്രത്തോളം തങ്ങൾ നല്ലവരാണെന്ന് ആളുകൾ പറഞ്ഞാലും, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ നല്ലവരാണ് എന്നുള്ള ഒരു ഇമേജ് കിട്ടില്ല. അവർ നിങ്ങളെ അംഗീകരിക്കില്ല. അവിടെ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാ ആളുകളെയും അങ്ങനെ ഇമ്പ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ജിജി മാരിയോ പോലുള്ള ആളുകളുടെയൊക്കെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ആണെങ്കിൽ മാത്രമേ അവരുടെ കയ്യിൽ പൈസ കൊടുത്ത് വിടത്തുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പരിപാടി, നിങ്ങളുടെ അരി വാങ്ങൽ നടത്തിക്കൊണ്ട് പോവുകയാണ്, നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി അധികം സ്ട്രെസ് എടുക്കേണ്ടി വരും. ആ ഒരു സ്ട്രെസ് എടുത്ത് എന്നാൽ ഒരു സൈഡിൽ ഇടിയും കൂടെ കൊള്ളുന്ന സമയത്ത് അവസാനം എല്ലാം കൂടെ പൊട്ടി തകരും. അങ്ങനെ പൊട്ടി തകരുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ ഇടങ്ങേറലാവും. അതാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ നല്ലവരായതുകൊണ്ടാണ്, അവർ നല്ലവരാണെന്നുള്ളൊരു ഇമേജ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി കൊടുക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവരെ വിശ്വസിക്കുന്നത്. അവർ മുന്നോട്ടേക്ക് പോകുന്നത്, അതാണ് അവരുടെ ഫൗണ്ടേഷൻ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ തകർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്നതെന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി. ഇനി സ്വാഭാവികമായിട്ടും വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും 10 രൂപ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ചില തകർച്ചകൾ ചർച്ചയാക്കുന്ന ആ ഒരു പരിപാടി ശരിയാണോ? എനിക്ക് ചാരിറ്റിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 1-2 വീഡിയോസിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാരിറ്റി ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുത്ത് മാത്രം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങളിൽ പല ആളുകൾക്കും ഒരു ജോലി ഉണ്ടാവാം, നിങ്ങളിൽ പല ആളുകളും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവാം. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചാരിറ്റിയെക്കാളിലും കൂടുതൽ ഗുണപ്പെടും. ഒരു വില്ലേജ് ഓഫീസിലിരിക്കുന്ന, എനിക്ക് റീസെൻ്റ് എക്സ്പീരിയൻസ് ഉള്ളതാണ്, വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടേക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്ന ഒരാൾക്ക് മാക്സിമം പെട്ടെന്ന് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ചാരിറ്റിയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോണിന് വേണ്ടിയൊക്കെ ആയിരിക്കും പലപ്പോഴും വില്ലേജ് ഓഫീസിലേക്ക് ഒരാൾ വരുന്നത്. പണത്തിൻ്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. വീണ്ടും അവൻ്റെ ഒരു 3-4 ദിവസത്തെ പണിക്കൂലി നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു 5 ദിവസത്തെ പണിക്കൂലി നഷ്ടപ്പെടുത്തി അവൻ്റെ അടുത്ത് നിന്ന് കൈക്കൂലിയും കൂടെ വാങ്ങിയിട്ട് ആ പൈസ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും വീട് പണിയാനായിട്ട് കൊടുക്കുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ ചെയ്യുന്ന പണി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ചാരിറ്റി വേറെ ഇല്ല. അതേപോലെ തന്നെ ഈ ദാരിദ്ര്യത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് പഠിച്ച് ആ റൂട്ട് കോസുകളെ ക്ലിയർ ചെയ്യാനായിട്ട് പല ആളുകൾ ശ്രമിക്കാറില്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസുകളുടെയൊക്കെ പ്രൊമോഷൻസ് എടുത്ത് ചെയ്യാറുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ പ്രൊമോഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, 1000 വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് 1000 വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളും വീടില്ലാത്ത സ്ഥലമില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ഒരു അസുഖം വന്ന് കുടുംബം വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്താണ്. ആരോഗ്യ സുരക്ഷയില്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഒത്തിരിയധികം ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് പദ്ധതിയോ അല്ലെങ്കിൽ അവർക്കൊരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കോസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറേയധികം ആളുകൾ ഏതെങ്കിലും കാരണത്തിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ ഒരു ധനസഹായം കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ കുറേയധികം ആളുകൾ വലിയ ആളുകളായി മാറുന്നു. അങ്ങനെ ആളുകളെ മുഴുവൻ നമ്മൾ കൈ നീട്ടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പലപ്പോഴും ചാരിറ്റി പരിപാടികളിൽ നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായനുണ്ട്. എല്ലായിടത്തും നോക്കുമ്പോൾ അച്ചായൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അച്ചായൻ ഇങ്ങനെ ഓരോ വീടുകളിലേക്കൊക്കെ ചെല്ലും. എന്നിട്ട് അവിടെ 5 കിലോ അരി അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതെടുത്തിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കച്ചവടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഉടായ്പകൾ മാത്രമാണ്, ഇങ്ങനെയുള്ള ഷോ ഓഫുകൾ മാത്രമാണ് ഇതിലൂടെ നടക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ റൂട്ട് കോസ് ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഒരാൾക്ക് എന്തുകൊണ്ടാണ് വീടുണ്ടാവാതെ ിരിക്കുന്നത്, ഒരാൾക്ക് എന്തുകൊണ്ടാണ് വീട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നത്, എന്തുകൊണ്ടാണ് അയാൾക്ക് അത്യാവശ്യമായിട്ടൊരു വീട് സ്വന്തമായിട്ട് വേണ്ടി വരുന്നത്,
എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്ഥിര ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വരുമാന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1000 വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത്. പടിപടിയായിട്ട് ആളുകൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൂടെ, സ്വന്തം എഫേർട്ടിൽ കൂടെ ഒരു കാര്യം നേടിയെടുക്കുന്നത്, അസറ്റ് ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മെസ്സേജ്. നമ്മൾ ഔദാര്യം കൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്നു, ഔദാര്യം കൊണ്ട് എന്തെങ്കിലും കരസ്ഥമാക്കുന്നു എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റി വെച്ച ഒരു സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും ആ ഒരു അപ്രോച്ച് കൊണ്ട് പറ്റും. നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. യൂസഫ് അലിക്ക് തന്നാൽ എന്താണ്, സിനിമാ നടന്മാർ കാറ് വാങ്ങുന്ന പൈസ ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ തന്നാൽ എന്താണ്, ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നൂടെ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സിൽ ഇറക്കുകയാണ്. ആ ഒരു ഇറക്കൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പല ആളുകളുടെയും ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുകയാണ്, വേറെ പണിക്കൊന്നും പോകുന്നൊന്നുമില്ല. ഓരോ ആളുകൾ അവരുടെ നിസ്സഹായാവസ്ഥയിൽ, അവരുടെ ശാരീരിക വൈകല്യങ്ങൾ മാറ്റി വെച്ചിട്ട് പോലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഇഷ്ടംപോലെ സ്റ്റോറീസ് നമുക്ക് ചുറ്റിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഈ നിഷ്ക്രിയമാക്കുന്ന ഒരു സാഹചര്യം, ഇതുപോലുള്ള ചാരിറ്റി പരിപാടികൾ, ഇതുപോലുള്ള ആൾദൈവമാവൽ പരിപാടികൾ, ദൈവത്തിൻ്റെ മീഡിയേറ്റേഴ്സായിട്ട് വന്നിട്ടുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് വേണം. പക്ഷേ ആ ഒരു മോണിറ്ററിങ് എന്തുകൊണ്ടാണ് നടക്കാത്തത്? ആര് മോണിറ്റർ ചെയ്യും? എന്നാണ് പ്രശ്നം. സ്റ്റേറ്റിനോടുള്ള ഒരു ഡിസ്ട്രസ്റ്റ് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ നമ്മുടെ നാട്ടിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ കടന്നു കയറി ആളുകൾക്ക് അർഹമായിട്ട് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുകയും തങ്ങളുടെ ജോലി കൃത്യമായിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സ്റ്റേറ്റ് മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും നടക്കത്തില്ല. മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന പരിപാടികളിൽ തുരങ്കം വയ്ക്കുന്ന ആളുകൾ, സർക്കാരിനെ കടത്തിവിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സർക്കാരിന് ബദലായിട്ടുള്ള രീതിയിൽ ഇവിടെ ഭരണമൊക്കെ ചില ആളുകൾ നടത്തണമെന്നുള്ള ആളുകളുടെ പിടിവാശിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉരുവായി വരുന്നത്. അവിടെയാണ് അച്ചായനും അച്ചായത്തിയും ജിജിയും മാരിയോയും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ പരിപാടികളൊക്കെ നിർബാധം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഏകീകൃതമായിട്ടുള്ളൊരു സംവിധാനമില്ല, ആ ഒരു സംവിധാനത്തിൽ വിശ്വാസമില്ല. അതിൽ പണിയെടുക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ കാശടിച്ച് മാറ്റുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത് നാളെയും ഇങ്ങനെ നടക്കും. നാളെയും പുതിയ പുതിയ ആളുകൾ വരും, നമ്മളുടെ കാശ് ഇങ്ങനെ കുറച്ച് ആളുകൾ കൊണ്ടുപോകും. എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ പേരിലാക്കിയാൽ മതിയല്ലോ. നല്ല പരിപാടിയല്ലേ? ഒരു ട്രസ്റ്റ് തുടങ്ങുക, ഒരു ട്രസ്റ്റിൽ പണം വിനിയോഗിക്കാൻ വേണ്ടി നിൽക്കുക, ആ ഒരു പണം വിനിയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ട്രസ്റ്റിൻ്റെ കൂടെ അങ്ങ് കൂടുക. സ്വന്തമായിട്ട് വരുമാനത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം അതിനകത്താണല്ലോ, അതിലിങ്ങനെ നടന്നു പോകുമല്ലോ. ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു കെട്ടിടം അങ്ങ് വാങ്ങിയാൽ മതി, നമുക്കതിനകത്ത് താമസിച്ചാൽ മതിയല്ലോ. ട്രസ്റ്റിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നാൽ മതി, നമുക്കതുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേയധികം ആളുകളുടെ ട്രസ്റ്റ് പരിപാടികൾ. യാതൊരുവിധ ട്രസ്റ്റും ഇല്ലാത്ത ഇത്തരത്തിലുള്ള പരിപാടികളെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.